इकाई में हम करते हैं। നമുക്ക് ഈ വേദി ഒരുക്കിയതായ പ്രിയ ദേവദാസൻ തോമസൻ ബാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. और हमें इस प्रकार के इस मंच को तैयार कर दिया हुआ प्रभु के दास पास्टर थॉमसन को हम धन्यवाद देते हैं। നമുക്ക് വേണ്ടി മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായ സാജൻ ബാസ്റ്ററോടുള്ള നന്ദിയും അറിയിക്കുന്നു. और हमारे लिए अनुवाद करने वाले प्रभु के दास पास्टर साजन को भी हम धन्यवाद देते हैं। യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ. यहोशू की पुस्तक उसके 20 अध्याय उसके पहला और दूसरा वचन को पढ़ेंगे। നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ പോവാൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പിൻ. രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം. और यहाँ इस प्रकार लिखा है यहोशू की पुस्तक 20 अध्याय उसके 1, 2, 3 वचनों में, फिर यहोवा ने यहोशू से कहा, इस्राएलियों से यह कह, मैंने मूसा के द्वारा तुमसे शरण नगरों की जो चर्चा की थी उसके अनुसार उनको ठहरा लो, जिससे जो कोई भूल से बिना जाने किसी को मार डाले वो उनमें से किसी में भाग जाए। इसलिए वे नगर खून के पलटा लेने वाले से बचने के लिए तुम्हारे लिए शरण स्थान ठहरे। പഴയ നിയമത്തിൽ നിരവധി സങ്കേത നഗരങ്ങൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം യോശുവയോട് ആവശ്യപ്പെട്ടു. और पुराने नियम में हम ये बात को देखते हैं कि यहोशू से परमेश्वर ने बहुत सारे शरण स्थानों को स्थापना करने के लिए प्रभु ने उससे मांग किया। എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് യേശു ക്രിസ്തു അത്രേ നമ്മുടെ സങ്കേത നഗരം. परंतु नए नियम के विश्वासी होने के नाते प्रभु यीशु ही हमारा शरण स्थान है, ये प्रभु का वचन हमें बताता है। അറിയാതെ അബദ്ധവശാൽ ഒരാളെ പോവാൻ പോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഒരു സങ്കേത നഗരം നിശ്ചയിപ്പാനാണ് ദൈവം യോശുവയോട് ആവശ്യപ്പെട്ടത്. और यहोशू से परमेश्वर का मांग ये था कि यदि कोई भूल से बिना जाने किसी को मार डाले तो वो उनमें से बचने के लिए ये शरण स्थानों को बनाने का आज्ञा को दिया गया था। കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ ആ, ഈ കൊല ചെയ്തതായ വ്യക്തിയെ വന്ന് കൊല്ലാതിരിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയതായ ഒരു സംവിധാനമായിരുന്നത്. मारे गए हुए व्यक्ति के जो बंधु मित्र हैं वे आकर इस खून करने वाले व्यक्ति को मार ना डाले, परंतु वो अपने प्राण को बचा ले, इसीलिए बनाया गया ये शरण स्थान है। ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നതായ അവിടെയുള്ളതായ ആ, മൂപ്പന്മാരെ അറിയിക്കുകയും അവർ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് ഒരു സ്ഥലം കൊടുക്കുകയും വേണം. और वहां इस प्रकार है कि जो करीब के जो शरण स्थान है उन नगरों में वे भाग जाएं और वहां के जो बुजुर्ग लोग हैं, पुरनी हैं, उनको ये बात को बता दे और वे उसे उस स्थान में अपना लेना है और उसे ठहरने के लिए एक स्थान को प्रदान करना है। നീതിപീഠത്തിന് മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ സങ്കേത നഗരങ്ങളിൽ പോയി ഒളിച്ചിരിക്കുവാൻ ആവശ്യപ്പെട്ടത്. और न्याय के आमीन उस सिंहासन के पास, या आमीन प्रेज लॉर्ड दंड के सिंहासन के पास जाकर ठहरने का उनके पास हिम्मत ना होने के कारण परमेश्वर उनसे ये बात को बताते हैं कि तुम जाकर शरण स्थानों में अपने शरण ले लेना है। നിശ്ചിത സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം അയാൾക്ക് സ്വന്തം പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന്, വീട്ടിലേക്ക് പോകുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നു. और आपके अमीन समय आप वहां पर काटने के पश्चात आप फिर लौटकर अपने घर जाने की आपको स्वतंत्रता और अनुमति दी जाती थी। അഡോണി അഡോണിജ എന്ന് പറയുന്നതായ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. और अदोनिया नाम का एक व्यक्ति के बारे में परमेश्वर का वचन में हम ये बात को पढ़ते हैं। അഡോണിജ എന്ന് പറയുന്നത് സോളമന്റെ, ശലോമോൻ രാജാവിന്റെ മൂത്ത സഹോദരനാണ്. और अदोनिया ये नाम का व्यक्ति कौन है पूछा जाए तो सुलेमान राजा का बड़ा भाई ये बनता है। ആ കാലത്തെ പുരോഹിതനും അതുപോലെ സൈന്യാധിപനും അഡോണിജ രാജാവായി വരണമെന്ന് വളരെ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു.
और उस समय का आमीन जो सेनापति था और जो सैनिकों का वरिष्ठ था, उसने इस प्रकार से आग्रह किया कि वे अदोनिया जो है उनके पास आए और उनके ऊपर शासन करे। എന്നാൽ ശലോമോൻ രാജാവായി വാഴിക്കപ്പെടുകയും അഡോണിയാം പിന്നെ ആം, ആ, തന്റെ കുറ്റനിമിത്തം ഒരുപക്ഷെ രാജാവ് തന്നെ ശിക്ഷിക്കുമോ വധിക്കുമോ എന്ന് ഭയപ്പെടുകയും ചെയ്തു. और उसके पश्चात हम ये बात को देखते हैं कि सुलेमान जो है राजा बनने के लिए अमीन अभिषेक किए जाते हैं, और अदोनिया एक काम को देखकर डर जाते हैं, भयभीत हो जाते हैं कि उनके कार्यों को देखकर शायद राजा उससे उसके ऊपर दंड देंगे या उसके ऊपर क्रोधित रहेंगे। താൻ കൊല്ലപ്പെടാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കിയിട്ട് അഡോണിയാം സങ്കേത പട്ടണത്തിലുള്ളതായ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ആം, പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഒരവസ്ഥ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. और अदोनिया ये बात को भय मानते हुए हम वचन में पढ़ते हैं कि वे जो आमीन परमेश्वर के आराधना का स्थल था या प्रभु का आमीन जो आराधना का वेदी था, उसी के सींगों पर पकड़कर अपने प्राण को बचाने के लिए वे वहां कोशिश करते हैं। അഡോണിജ ഇങ്ങനെ ആം, യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ വിവരം ശലോമോൻ രാജാവിന് ലഭിച്ചു. और अदोनिया इस प्रकार से वेदी के उस सींगों के ऊपर लटक कर अपने प्राण को बचाने के लिए खड़े हैं, इस प्रकार का समाचार जो है राजा सुलेमान को प्राप्त होता है। ശലോമോൻ രാജാവ് അവനോട് ക്ഷമിക്കുകയും അവനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. और इसके पश्चात हम देखते हैं कि सुलेमान राजा उसे क्षमा देता है और उसके ऊपर जो भी आरोप रहा था उसको सब वे आमीन खत्म कर देते हैं। ആ, ജോവാബ് എന്ന് പറയുന്നതായ സൈന്യാധിപന്റെ സഹോദരനെ വധിച്ചതായ മറ്റൊരു വ്യക്തിയാണ് ആബ്നർ എന്ന് പറയുന്നത്. और अब्नेर नाम के व्यक्ति को हम जानते हैं जो योआब के आमीन भाई था, उसे उसने वध किया था। ആ, എന്നാൽ ആബ്നർ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ചു നിൽക്കുന്നതിന് പകരം അവൻ സങ്കേത നഗരത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. परंतु हम वचन में देखते हैं कि अब्नेर जो है ये कार्य करने के पश्चात या ये आमीन खून करने के पश्चात वे आमीन उस बलिदान की वेदी के सींगों को पकड़कर रहने से बजाय उसने इन शरण स्थान के द्वारों पे जाकर अपना शरण को लिया। ആ, അവൻ സങ്കേത നഗരത്തിനുള്ളിൽ പ്രവേശിക്കാതെ പുറത്തു നിന്നതുകൊണ്ട് യോവാബ് ഈ ആബ്നറെ കൊന്നുകളഞ്ഞു. और क्योंकि उसने उस शरण स्थान के भीतर प्रवेश ना करते हुए उन द्वारों पर खड़े थे, इसलिए योआब आकर अब्नेर को मार दिया। സങ്കേത നഗരത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയും യാഗപീഠത്തിൽ പിടിക്കുകയും വേണം. हमें याद रखना है, एक व्यक्ति अपने प्राण को बचाना है तो वे उस शरण स्थान में आमीन प्रवेश करना है और वहां पर शरण को ले लेना है। ആ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം മറ്റൊരു അഭയസ്ഥാനം സിറ്റി ഓഫ് റെഫ്യൂജ് നമുക്ക് നൽകിയിരിക്കുന്നു. അതത്രേ യേശു ക്രിസ്തു. और यीशु मसीह में हम विश्वास करने के बदौलत हमें बात को समझ में आते हैं कि यीशु मसीह ने हमारे लिए एक शरण का एक आमीन स्थान को परमेश्वर ने आमीन बना कर रखे हैं, वही यीशु मसीह स्वयं है। ക്രിസ്തുവിൽ അഭയം കണ്ടെത്തുന്നതായ ഒരു വ്യക്തിക്ക് എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അവർക്ക് രക്ഷയുണ്ട്. और यीशु मसीह में शरण लेने वाला एक व्यक्ति चाहे वो कितनी भी बड़ी पापी ठहराए जाए, वहां पर उसे बचने का उम्मीद रहता है। അപ്പോൾ യേശു ക്രിസ്തു ആ, ഏത് ഏത് അവസ്ഥയിലുള്ളതായ വ്യക്തിക്കും യേശുവിൽ അഭയം ഉണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. और वचन हमें ये सिखाते हैं कि कौन सी भी परिस्थिति में उलझे हुए पड़े हुए एक व्यक्ति भी क्यों ना हो, उन सभी को यीशु मसीह में एक आसरा है और यीशु मसीह में एक शरण उनको प्रभु देता है। ആ, പാപത്തിന്റെ മേൽ കഠിനമായ ശിക്ഷ വിധിക്കുന്നതായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. और हम ये बात को भी जानते हैं कि पाप के ऊपर कठिन से कठिन दंड देने वाला एक परमेश्वर स्वर्ग में है।
ദൈവത്തിന്റെ കോപം പാപികളുടെ മേൽ ജ്വലിക്കുന്നു. और वचन ये बात को बताता है कि परमेश्वर का क्रोध जो है पापियों के ऊपर वो भेजता है। അങ്ങനെ മരണശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നതായ പാപികൾക്ക് അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി മധ്യസ്ഥനായിട്ട് യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. और ये बात को भी हम जानते हैं कि आमीन मृत्यु के दंड के ऊपर अधिकार रखे हुए आमीन या उनके ऊपर उस आमीन विधि को चलाए हुए लोगों को बचाने के लिए उनका उद्धार करने के लिए यीशु मसीह पापियों के बीच में जन्म लिया। യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തത് ഒരു മഹാപാപ പരിഹാര യാഗമാണ്. और यीशु मसीह ने जो कलवरी के क्रूस पर जो हमारे लिए किया था वो एक सबसे बड़ा आमीन पाप का आमीन छुटकारे के लिए एक सबसे बड़ा बलिदान है वो। അത് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ളതായ ഒരു യാഗമായിരുന്നു. और वो हमारे पाप से हमें छुटकारा देने के लिए आमीन आमीन उसने सबसे बड़ा एक बलिदान उस क्रूस पर किया है। കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഏതൊരു വ്യക്തിക്കും പാപമോചനമുണ്ട്. इसलिए यीशु मसीह में विश्वास करने वाले हर एक व्यक्ति के जीवन में पाप से छुटकारा वो प्राप्त करता है। ദൈവ പാപത്തിന്റെ ശിക്ഷ യേശുവിന്റെ മേൽ ആക്കിയുണ്ടായി. ओ पिता ने सारी पाप का जो दंड है वो यीशु के ऊपर लाद दिया, ऐसे प्रभु का वचन हमें बताता है। യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ ഓരോരുത്തരുടെയും പകരക്കാരനായിട്ട് ആ മരണശിക്ഷ വഹിക്കുകയുണ്ടായി. और यीशु कलवरी के क्रूस पर हम एक एक के आमीन जो जो दंड है वो उसने अपने ऊपर ले लिया और कलवरी पे वो अपना जान दे दिया, ये हम जानते हैं। ആ കാൽവരി ക്രൂശിൽ യേശു ചുമന്നതായ ആ ക്രൂശിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാം. और इसलिए उस कलवरी के क्रूस के करीब भी हम चले जाए जहां यीशु मसीह ने हमारे लिए अपना प्राण दिया था। യേശു തന്റെ ശരീരത്തിൽ ഏറ്റതായ ആ ആം, ആ ആ ശിക്ഷ അഥവാ ആ തന്റെ മേലുള്ളതായ ചാട്ടവാറടിയും എല്ലാം തന്നെ അത് നമുക്ക് പകരമായിരുന്നു. और ये बात को हमें जानना जरूरी है कि यीशु मसीह ने अपने ऊपर जो भी खोड़े खाए और जो निंदा सहा है वो सब हमारे खातिर रहा। ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മറവിൽ നമുക്ക് ആയിത്തീരുവാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് വിരോധമായിരുന്നതായ എല്ലാ കയ്യെഴുത്തുകളെയും യേശു തന്റെ രക്തത്താൽ മായ്ച്ചു കളയും. और यीशु मसीह के क्रूस के करीब या उसके अधीन हम रहेंगे तो हमारे विरोध में लिखे हुए हर एक पाप के अपराधों का दंड को यीशु मसीह अपने लहू से उसे मिटा देता है। ഗതശമന തോട്ടത്തിൽ നമ്മുടെ പാപഭാരങ്ങൾ ഏറ്റുകൊണ്ട് നൊന്തലറിയതായ ആ യേശുവിന്റെ ശബ്ദം നമുക്ക് വേണ്ടിയായിരുന്നു എന്ന് നാം ഗ്രഹിക്കണം. गत्सेमने की बगीचे में आमीन यीशु मसीह ने जो मृत्यु की वेदना सहकर जो वो पिता से वो प्रार्थना कर रहा था, जो अनुभवों को अपने ऊपर सह रहा था, वो सब मेरे लिए और आपके लिए था। ये बातों को हमें हमेशा स्मरण करना है। കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. और यीशु मसीह में विश्वास करने वाले के ऊपर अब कोई दंड की आज्ञा नहीं है। ക്രിസ്തുവിലായിരിക്കുന്നവരെ ആർക്കും കുറ്റം ചുമത്തുവാൻ കഴിയുകയില്ല. और जो मसीह में है उन किसी के ऊपर भी कोई भी किसी भी प्रकार का आरोप नहीं लगा सकते हैं। നമ്മുടെ എല്ലാ ഭയങ്ങളിൽ നിന്നും നമുക്ക് അഭയം തേടുന്നതിനുള്ളതായ ഒരു സങ്കേത നഗരമത്രേ യേശു ക്രിസ്തു. हमारे हर एक भय के ऊपर हमें आमीन शरण देने के लिए हमारा शरण स्थान वो यीशु मसीह स्वयं है। ഈ ദൈവത്തെ നമുക്ക് എത്രമാത്രം സ്തുതിച്ചാലും മതി വരികയില്ല. കാരണം ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുക നമുക്കും ഈ സങ്കേത നഗരത്തിൽ അഭയം തേടുവാൻ കഴിയും. और ये यीशु मसीह को हम कितना भी धन्यवाद करें वे काफी नहीं रहेगा, क्योंकि ये हमेशा ये प्रभु के पास आने के लिए उस शरण स्थान में शरण लेने के लिए किसी भी पल में प्रभु हमें मदद करता है, अनुमति देता है।
നമുക്ക് യാഗമായി തരുന്നതായ യേശുക്രിസ്തുവിന്റെ ആ കാൽവരി ക്രൂശിലെ യാഗപീഠത്തിന്മേൽ നമുക്ക് മുറുകെ പിടിക്കാം. और हमारे लिए बलिदान किया गया यीशु मसीह के उस कलवरी के क्रूस के आमीन आमीन उस बलिदान के ऊपर हम भी अपने आमीन हाथों को थाम कर पकड़ेंगे। അവിടെ നമ്മുടെ പ്രാണൻ സുരക്ഷിതമാണ്. वहां हमारा प्राण सुरक्षित रहता है। ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കെതിരെ ദുഷ്ടരായ മനുഷ്യർ പലവിധമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോഴൊക്കെയും നമുക്ക് അഭയം നൽകിയത് ഈ യേശു അത്രേ. और जीवन में तरह तरह की परेशानियां, तरह तरह की प्रश्न और तरह तरह की समस्याएं जब उठ कर आते हैं, वहां पर हमें शरण देने वाला ये यीशु मसीह का उपस्थिति है। അതുകൊണ്ട് ഈ ആ, ആ, ആരൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചാലും കുറ്റങ്ങൾ ആരോപിച്ചാലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. इसलिए चाहे कोई भी हमारे ऊपर कोई भी आरोप या आमीन आमीन किसी भी प्रकार का आमीन दोष की बातों को हमारे ऊपर कहे, हमें किसी विषय में भयभीत या चिंतित होने की आवश्यकता नहीं है। ആ, നമ്മെ സമ്പൂർണമായിട്ട് യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ, ഏൽപ്പിക്കുവാൻ നാം തയ്യാറായാൽ മാത്രം മതിയാവും. और केवल इतना ही हमें करना है, हमें प्रभु की उपस्थिति में परमेश्वर के हाथों में अपने जीवन को संपूर्ण रीति से हमें समर्पित करना है और प्रभु के कार्यों के लिए हमें सौंपना है। ഒരു വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടായി. और ऐसा हुआ कि एक घर में एक आग लगने की एक अवस्था में वे आ गए। ആ, ഒരു ഉം, ഒരു ഒരു ബാലൻ ഈ തീയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവൻ ജനലിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. और वहां एक बालक जो है, ये आग के मेन चपेट में ना आने के लिए वे खिड़की में लटके हुए अनुभव में वे खड़े थे। എന്നാൽ അവിടെ നിന്ന് അവന് താഴോട്ട് ചാടുവാൻ കഴിയുകയില്ല. ചാടിയാൽ അവിടെയെല്ലാം തീയാണ്. और उसका उसकी परिस्थिति इस प्रकार की थी कि वे जो खिड़की में लटके हुए अवस्था में थे, वहां से वो नीचे को भी कूद नहीं पाएगा, क्योंकि वे नीचे भी पूरे आग की अवस्था में वे पड़े हुए हैं। എന്നാൽ പെട്ടെന്ന് അവിടെ ശക്തനായിട്ടുള്ളതായ ഒരു മനുഷ്യൻ കടന്നു വരികയും അവൻ കരങ്ങൾ നീട്ടിയിട്ട് അവനോട് തന്റെ കരങ്ങളിലേക്ക് ചാടുവാൻ ആവശ്യപ്പെട്ടു. और लेकिन वहां पर हम ये बात को देखते हैं कि तुरंत एक एक सामर्थी आदमी, एक बलवान आदमी वहां पर आता है और इस बालक से कहता है कि वे वो उसके हाथों में चले आए और वहां से उसे वो बचा सकते हैं। ഭയാനകമായ സാഹചര്യങ്ങളിൽ നാം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ബാലനെ പോലെ പല കാര്യങ്ങളിലും അത് തൂങ്ങി നിൽക്കുന്നതായ അവസ്ഥയാണ്. और हमारे जीवन में होने वाली भयानक अवस्थाओं से या खतरनाक अवस्थाओं से बचने के लिए कई बार इस बालक के समान ऐसे खिड़की में लटकने की अवस्था में हम पाए जाते हैं। മറ്റാശ്രയങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ധൈര്യപൂർവ്വം വിശ്വാസത്തോടു കൂടിയും നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷ നേടുവാൻ കഴിയും. और बाकी सारी आश्राओं को छोड़कर यदि परमेश्वर के हाथों में हम अपने आप को दे देते हैं, तो हमें बहुत ही आपके साथ वहां से बच निकलने के लिए प्रभु मदद करेगा। ആ ക്രൂശിൽ കിടന്ന കള്ളനെ പോലെ അനേകം കള്ളന്മാര് യേശുവിൽ അഭയം തേടുകയും പിന്നത്തേതിലും മാനസാന്തരപ്പെട്ട നല്ല ജീവിതം നയിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. और क्रूस पर जिस प्रकार से उस चोर व्यक्ति ने अपने यीशु मसीह में शरण लिया और उसने अपने प्राण को बचा लिया, उसी प्रकार आज के समयों में भी बहुत सारे ऐसे अपराधी जो हैं यीशु में शरण लेते हैं, तो उनको परमेश्वर वहां से बचा सकता है। യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചതായ അനേകം കൊലപാതകന്മാര് മാനസാന്തരപ്പെട്ട് പിന്നത്തേതിൽ ദൈവവേല ചെയ്യുന്നതായിട്ട് നമുക്കറിയാമല്ലോ. यीशु मसीह में आमीन आश्रित होकर समर्पित होकर आने वाले अनेक ऐसे खूनी व्यक्ति जो हैं, आमीन बाद में जाकर मन फिराकर उद्धार का अनुभव में आकर बपतिस्मा लेकर आज एक अच्छा जीवन को वे जीते हैं। ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവിന്റെ കരങ്ങളിൽ പിടിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. और कोई भी मुश्किल परिस्थिति में भी क्यों ना हो, यदि हम परमेश्वर के हाथों को थाम लेते हैं, तो निश्चय है कि वे कभी भी हमको नहीं छोड़ेगा।
കുറ്റബോധത്തിൽ കഴിയുന്നതായ ഏത് കഠിനപാപിക്കും യേശുവിന്റെ सन्निधिയിൽ അഭയമുണ്ട്. और आमीन, कितने भी आमीन अपने गलतियों में डूबे हुए, आमीन गलतियों से आमीन पीड़ित होने वाले कितने भी बड़ी पापी व्यक्ति क्यों ना हो, आमीन निश्चय है कि उस व्यक्ति को भी यीशु मसीह के पास एक आसरा है, एक सहारा का स्थान है। മരണകരമായ അവസ്ഥകൾ ഉണ്ടാകുമ്പോഴും രോഗത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും ഈ കർത്താവിന്റെ കരങ്ങളിൽ വീഴുന്നത് അത്രേ നല്ലത്. और मृत्यु की अवस्था में आने के समय में या बड़े कठिन रोगों के बीच में भी यदि आमीन हालेलुया हम यीशु मसीह के हाथों में अपने आप को हम समर्पित कर देते हैं तो हमारा जीवन परमेश्वर में आशीषित ठहर सकता है। ആ കാൽവരി ക്രൂശിലെ ആ അത് ആ സങ്കേത നഗരത്തിലെ കാൽവരി ക്രൂശിൽ ആ, അത് ആ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ നമുക്ക് മുറുകെ പിടിക്കാം. और वो आमीन शरण स्थान जो कलवरी के क्रूस है, वहां के बलिदान किए हुए सींगों में हम अपने आप को शरण लेंगे, उस सींगों को हम पकड़ कर रहेंगे। ഈ സങ്കേത നഗരത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുമെങ്കിൽ അഥവാ ക്രിസ്തുവിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുകയാണെങ്കിൽ ആ, ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട്. और ये शरण स्थान या यीशु मसीह में हम प्रवेश कर पाते हैं तो निश्चय हमारे जीवन में एक सुरक्षा है और एक आश्वासन है। മരണത്തിലും നമുക്ക് ആ, നാം സുരക്ഷിതരാണ്. और हमारे मृत्यु में भी हम सुरक्षित हम ठहराए जाते हैं। ദൈവത്തിന്റെ ന്യായവിധിയിലും നമ്മൾ സുരക്ഷിതരാണ്. और उसके पश्चात होने वाले न्याय की अवस्था में भी हम सुरक्षित पाए जाते हैं। നിത്യതയിലും നാം സുരക്ഷിതരാണ്. हमारी अनंतता में भी हम सुरक्षित ठहराए जाते हैं। ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ നശിപ്പിക്കുവാൻ കഴിയില്ല. दुनिया के कोई भी ताकत क्यों ना हो, हम में से किसी को भी वे नष्ट नहीं कर पाएंगे। അതുകൊണ്ട് ഈ സങ്കേത നഗരത്തിന് പുറത്തു നിൽക്കുകയില്ല, സങ്കേത നഗരത്തിന്റെ അകത്ത് നാം പ്രവേശിക്കണം. और इसलिए याद रखना है कि यह शरण स्थान के बाहर ना रहे, परंतु उसके अंदर प्रवेश करने के लिए आप प्रभु प्रभु आपको मदद करे। എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. इब्रानियों की पत्री 6 अध्याय उसके 18 पद को भी हम देखें। അവിടെ എഴുതി, അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. और यहाँ इस प्रकार लिखा है, ताकि दो बेबदल बातों के द्वारा जिनके विषय में तुम्हारा जिनके विषय में परमेश्वर का झूठा ठहरना न होना है, दृढ़ता से हमारा ढाढ़स बांध जाए, जो शरण लेने के को इसलिए दौड़े हैं कि उस आशा को जो सामने रखी हुई है प्राप्त करें। അത് ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളുടെ മധ്യേ നാം ശരണത്തിനായി ഓടി വന്നിരിക്കുന്നവരത്രേ. और ये हम जानते हैं कि जीवन के विभिन्न परेशानियों के मध्य में शरण लेने के लिए हम आए हुए लोग हैं। ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ സ്നേഹിതരെല്ലാം മാറിപ്പോകുമ്പോൾ പ്രശ്നങ്ങളുടെ മധ്യേ നമ്മെ സഹായിക്കുന്നത് ഈ യേശു അത്രേ. और कोई भी हमें सहायता ना कर पाते हैं, ऐसे प्रश्नों के बीच में घेरे हुए अवस्थाओं में हम ये बात को जानते हैं कि यीशु मसीह ही हमारा शरण ठहरता है। ശരണത്തിനായി യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഓടി വന്നതായ കനാന്യ സ്ത്രീയെ പോലുള്ളതായ നിരവധി ആളുകളുടേതായ ചരിത്രം നാം തിരുവചനത്തിൽ വായിക്കുന്നു. और शरण लेने के लिए यीशु मसीह में आए, यीशु मसीह के करीब आए हुए आमीन हालेलुया बहुत सारे स्त्रियों के विषय में हम जानते हैं, और बहुत सारे लोगों को भी हम वचन में पहचान पाते हैं। നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരവും കുടുംബപരവുമായ ജീവിതങ്ങൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ എത്രയോ സന്ദർഭങ്ങളിൽ, എണ്ണമറ്റ സന്ദർഭങ്ങളിൽ കർത്താവ് നമുക്ക് അഭയം നൽകിയത് നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. हम में से एक एक के व्यक्तिगत जीवन को भी हम उठा के देखें तो हम अनगिनत समय तक परमेश्वर की उपस्थिति में, प्रभु के उस शरण में हम अपने आप को समर्पित किए हुए और अपने आप को हम आमीन सौंपते हुए अनुभवों को हम अपने जीवन में ध्यान कर सकते हैं। നാം ഭയപ്പെട്ടതായ അനേകം സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മെ നടത്തി.
और हम भयभीत रहने वाले अनेक अवसर में परमेश्वर ने हमको चलाया था। ആശയറ്റ സന്ദർഭങ്ങളില് കർത്താവ് നമുക്ക് തുണയായി നിന്നു. जब हमारी आशा जाती रही तब परमेश्वर हमारे लिए संक आमीन सहारा बनकर हमारा साथ रहा। ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നരുളിച്ചത് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചവരാണല്ലോ. मैं तुम्हें कभी ना छोड़ूंगा, मैं तुम्हें कभी ना त्यागूंगा, इस संसार के अंत तक मैं तुम्हारा साथ रहूंगा, ऐसे कहा हुआ यीशु मसीह के उस उपस्थिति को अनुभव किए हुए लोग हैं हम सब। ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ നമ്മെ ആം, വളരെ വിഷമിച്ച സന്ദർഭങ്ങളിലും കർത്താവ് അവിടെയൊക്കെയും നമുക്ക് പുതുവഴികൾ തുറന്നു തന്നില്ലേ? और जो भविष्य के प्रति जो भी चिंता और बड़े सोच के साथ जो हम चल रहे थे, वहां पर भी आमीन परमेश्वर के महान कार्यों को देखने के लिए प्रभु ने हमें अवसर दिया है। അതെ, ആരും നമ്മെ സഹായിക്കുവാനില്ലായിരുന്നപ്പോൾ, സ്നേഹിതർ മാറി നിന്നപ്പോൾ, ബന്ധുക്കൾ ഇല്ലാതിരുന്നപ്പോൾ, അപ്പോഴൊക്കെയും ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് നമ്മെ അത്ഭുതകരമായി വിടുവിച്ചതിനെ കുറിച്ച് എത്രയെങ്കിലും സാക്ഷ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയും. और परमेश्वर के लोगों, जब कोई हमारे साथ नहीं रहा, जब प्रेम करने वाले सगे संबंधी भी जब हमारा साथ नहीं रहा, तब हमने जब परमेश्वर को पुकारा, वो प्रभु हमारे संग आकर हमारे लिए वो अपना शरण को दिया। इन बातों को हम कितने बार याद कर पाते हैं। മാനസികമായിട്ട് നാം അനുഭവിച്ചിട്ടുള്ളതായ പീഡനങ്ങളുടെ മധ്യേയും കർത്താവ് നമ്മെ വളരെ ആ, ഒരു അമ്മയെ പോലെ ആശ്വസിപ്പിച്ചതായ രംഗങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരുന്നില്ലേ? मनुष्य की रीति से बहुत सारी पीड़ाओं को और संघर्षों को जब अपने जीवन में हमने अनुभव किया, वहां पर भी यीशु मसीह स्वयं उतर आकर हमें अपने साथ आमीन रखकर हमारे लिए आश्वासन दिया हुआ उन बातों को क्या आप याद करते हैं क्या? വലിയ കടഭാരങ്ങളിൽ നാം ആയിരുന്നപ്പോൾ അവിടെയും നമുക്ക് വേണ്ടി കർത്താവ് അത് പ്രവർത്തിച്ചതായ കാര്യങ്ങളെ നമുക്ക് ഓർക്കാം. और बहुत कर्जों में जब हम डूबे हुए थे, वहां पर भी परमेश्वर ने हमें किस प्रकार से हमें संभाला और मैं आगे ले चला, उन बातों को हम इन दिनों में याद करेंगे। ദുഷ്ടരായ മനുഷ്യർ നമുക്കെതിരെ നിരവധിയായിട്ടുള്ളതായ പീഡനങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അതിൽ നിന്നൊക്കെയും അത് യേശു ആണല്ലോ നമ്മെ രക്ഷിച്ചത്. और दुष्ट जो शैतान है हमारे विरोध में बहुत सारी पीड़ाओं को और बहुत सारे विषयों को जब वो आमीन छोड़ता रहता है, वहां पर यीशु मसीह हमारे लिए आसरा बनकर, हमारा ढाल बनकर हमें मदद किया हुआ उन बातों को याद करेंगे। പ്രിയരെ, ശരണത്തിനായി യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്നിരിക്കുന്നതായി നാം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. और ये बात को याद रखिए प्रियो की शरण के लिए यीशु मसीह के पास, यीशु के करीब आए हुए आप में से किसी को लज्जित होकर जाने की आवश्यकता नहीं होगी। വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പിതാവായ ദൈവം അത് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി ഒരു യാഗപീഠം ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ സങ്കേത നഗരം യേശു അത്രേ. और विश्वास करने वाले हम लोगों के लिए भी वो पिता ने वो पुत्र के द्वारा उस बलिदान के वेदी को हमारे लिए तैयार कर दिया है। और वो बलिदान कौन है पूछा जाए तो वो अर्थात यीशु मसीह स्वयं हमारे लिए बलिदान ठहरा है। മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. वचन हमें ये बात को भी सिखाता है कि और किसी में भी उद्धार हमें प्राप्त नहीं होता। രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന ആരെയും ഒരു നാളും തള്ളിക്കളഞ്ഞില്ല. और अपने प्राण को बचाने के लिए यीशु मसीह के पास आए हुए कोई भी एक व्यक्ति को टुकराया हुआ एक अनुभव को हम यीशु के उस इतिहास में नहीं देखते हैं। ആകയാൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ ഏത് പ്രശ്നമായിരുന്നാലും അതിന് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് അതിൽ നിന്ന് വിടുതലെടുക്കുവാൻ കഴിയും. इसलिए याद रखिए कि हमारे जीवन को तंग करने वाले कोई भी विषय क्यों ना हो, यीशु मसीह में शरण लेने में हमारे जीवन में छुटकारा मिलेगा। ये प्रभु का वचन हमें याद दिलाता है। യോശുവയോട് ദൈവം പറഞ്ഞത് 6 പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി നിശ്ചയിക്കുവാനാണ്. और यहोशू से परमेश्वर ने इस प्रकार से कहा कि तुम 6 शरण स्थानों को या नगरों को तुम्हें तैयार करना है।
യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം തുടർന്നുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്കിവിടെ വായിക്കുവാൻ കഴിയും. यहोशू की पुस्तक 20 अध्याय के आगे की आयतों को आप पढ़ेंगे तो वहां पर विस्तारित रीति से शरण स्थानों में या नगरों के विषय में बातों को बताया गया है। ഒരു സങ്കേത നഗരത്തിന്റെ പേര് കാദേശ് എന്നാണ്. और एक शरण स्थान का नाम है कादेश। കാദേശ് വിശുദ്ധിയെ കാണിക്കുന്നു. और कादेश ये नाम का अर्थ है पवित्रता को वो दर्शाता है। അപ്പോൾ നാം വിശുദ്ധിയോടുകൂടിയല്ല ദൈവത്തെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്നത്. हमें याद रखना है कि हम पवित्रता के साथ प्रभु की उपस्थिति में नहीं आ रहे, വിശുദ്ധിയിലേക്കുള്ള വഴി യേശു ക്രിസ്തു അത്രേ. परंतु पवित्रता के लिए जो राह है, जो रास्ता है, वो यीशु मसीह ही है। യേശുവിന്റെ രക്തത്താൽ നമ്മെ കഴുകുമ്പോൾ, അവന്റെ വചനത്താൽ നാം അത് കഴുകൽ പ്രാപിക്കുമ്പോൾ നാം വിശുദ്ധിയുള്ളവരായിത്തീരുന്നു. यीशु मसीह के लहू से जब हम धोए जाते हैं, उसके वचन से हम जब शुद्धिकरण प्राप्त करते हैं, तो निश्चय हमारे जीवन में उस बात को हम अनुभव कर पाते हैं कि हम पापों से या हम इन हर एक प्रकार की गंदगी से स्वतंत्र हुए हैं। അതെ, നമ്മുടെ ഈ സങ്കേത നഗരത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് സമാധാനവും ആശ്വാസവും പ്രാപിക്കുവാൻ കഴിയും. जब हम इस शरण स्थान या इस शरण के नगरों में जब हम प्रवेश करते हैं, अंदर जाते हैं, तो हमें बड़े शांति और आश्वासन को वो प्रदान करता है। അപ്പോ ഖാദേശ് എന്ന് പറയുന്നത് വിശുദ്ധിയെ കാണിക്കുന്നു. और इसलिए कादेश नाम का अर्थ ये बताता है कि वो पवित्रता को दर्शाने वाला अनुभव है। ഷേഖേം എന്ന് പറയുന്നതാണ് മറ്റൊരു സങ്കേത നഗരം. दूसरा एक शरण स्थान या नगर का नाम है शेकेम। അവിടെ കർത്താവ് നമുക്ക് ശക്തി പകരുന്നതായ ഒരു നഗരം അത്രേ. वहां परमेश्वर हमारे लिए बल प्रदान करने वाला एक नगर है। യേശു ക്രിസ്തു തന്റെ ചുമലിൽ, തന്റെ തോളിൽ നമ്മെ ചുമന്നുകൊണ്ടു പോകുന്ന ഒരു അനുഭവം. और यीशु मसीह अपने कांधों पर हमें उठाकर ले जाने वाला ऐसा एक अनुभव। നമുക്ക് ബുദ്ധിമുട്ടുള്ളതായ കാര്യങ്ങൾ വരുമ്പോൾ നാം കർത്താവിൽ അഭയം തേടുകയും യേശു അത്ഭുതകരമായിട്ട് നമ്മെ താങ്ങും തണലുമായിരുന്ന് നമ്മെ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. हमें जब मुश्किल आते हैं और हमें जब आगे बढ़ने के लिए जब कठिन हमें महसूस होते हैं, वहां पर यीशु मसीह हमारे लिए एक शरण का आमीन कारण बनते हुए हमें वो अपने साथ वो ले जाते हैं। ये एक दृश्य को, अनुभव को हम वहां पर देख पाते हैं। മറ്റൊരു സങ്കേത നഗരമാണ് ഹെബ്രോൺ. और तीसरा एक शरण स्थान या नगर का नाम है हेब्रोन। ഹെബ്രോൺ എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സംതൃപ്തിയെ കുറിച്ച് പറയുന്നു. और हेब्रोन नाम का अर्थ है कि मसीह के द्वारा हमें मिलने वाले संतुष्टि के विषय में कहा जाता है। ക്രിസ്തുവിലൂടെയുള്ള കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭ്യമാകുന്നതായ ആ സംതൃപ്തിയെ കുറിച്ച് അത്ര ഹെബ്രോൻ ചൂണ്ടിക്കാണിക്കുന്നത്. मसीहों के साथ जो संगति में हमें मिलने वाला जो अनुभव है, वही हेब्रोन नाम का अर्थ हमें दर्शाता है। മറ്റൊന്ന് ബെസറു. ബെസറു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശക്തി കേന്ദ്രം. अगला है मेसरू। वो जो आमीन बताया जाता है, उसका अर्थ कि हमारा आमीन ताकत का एक केंद्र है वो। ഒരു കോട്ടയായി നിന്ന് അത് നമുക്ക് ക്രിസ്തു നൽകുന്നതായ ആ സുരക്ഷിതത്വത്തെ കുറിച്ചത്രേ അത് കാണിക്കുന്നത്. और हमारे लिए एक दृढ़ स्थान रहकर, एक दृढ़ गढ़ बनकर मसीह हमारे लिए हमारी सहायता करने वाला एक दृश्य वहां पर देखे जा सकते हैं। മറ്റൊരു സങ്കേത നഗരമത്രേ രാമോത്ത്. और अगला एक और शरण स्थान या नगर के नाम है रामोत। അതിന്റെ അർത്ഥം ക്രിസ്തു നമ്മുടെ പരമാധികാരി എന്നാണ്. और उसका अर्थ ये ठहराया गया है कि यीशु मसीह ही हमारा परम अधिकार को रखने वाला है। ദൈവമക്കൾക്ക് വേറെ 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 അധികാരികളിൽ നമുക്ക് ഒരു കർത്താവേ ഉള്ളൂ, അതത്രേ യേശു. और यीशु मसीह के आमीन जो प्रभु के लोग हैं, परमेश्वर के बच्चे हैं, उनके ऊपर कोई और अधिकार रखने वाला नहीं होता है, केवल यीशु का अधिकार उनके ऊपर है। നാം കർത്താവ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം യേശു നമ്മുടെ യജമാനൻ എന്നാണ്. और हम जब यीशु मसीह को हम परमेश्वर या प्रभु कहलाते हैं, उसका अर्थ है कि यीशु मेरा मालिक है या मेरा आमीन सब कुछ है वो।
അപ്പോൾ യജമാനന്റെ ജോലിയാണ് തൻ്റെ കീഴിലുള്ളതായ ആളുകൾക്ക് ആവശ്യമായതെല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. तब आमीन, जब हम यीशु को प्रभु कर कर बुलाते हैं, मालिक कर कर बुलाते हैं, तो मालिक का जिम्मेदारी बनता है कि उसके नीचे काम करने वाले हर एक लोगों को वो उनकी आवश्यकताओं को प्रदान करे। ഗോലാൻ എന്ന് പറയുന്നതായ സംഗീതനേരത്തിന്റെ അർത്ഥം സെപ്പറേഷൻ, ഒരു വേർപാട്. और अगला एक और आमीन जो शरण स्थान का नाम है दोधान, उसका अर्थ है हमारे जीवन में एक अलगाव की आवश्यकता है। ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് നാം പുറത്തു വരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. और परमेश्वर का वचन हमें स्पष्ट ये बात को बताता है कि बाबुल की गुलामी में से हमें बाहर निकल कर आना जरूरी है। ധാർമ്മികമായ ആ, അത് ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമായിരിക്കുന്നു. और धार्मिक रीति से एक शुद्धिकरण की प्रक्रिया में से होना जरूरी है। ആ ഒരു വേർപാടുണ്ടെങ്കിൽ മാത്രമേ ആ, ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും വിമുക്തരായിട്ട് നമുക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. और यदि हमारे जीवन में ऐसा एक अलगाव रहे तो ही हम आमीन बाहरी आमीन जो चीजें हैं उसे छोड़कर यीशु मसीह के करीब आकर उनकी बातों की ओर ध्यान लगा सकते हैं। ഈ സങ്കീർണ നഗരങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ അതെ ഒരു എന്താണ് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. और इन शरण स्थानों से या इन नगरों से हम ये बात को समझ आते हैं कि यीशु मसीह के द्वारा हमारे जीवन में हम आशीषें किस प्रकार से प्राप्त किए जाते हैं। അപ്പൊ ഈ ക്രിസ്തുവിലുള്ളതായ ഈ സന്തോഷവും സമാധാനവും ആശ്വാസവും നാം പ്രാപിക്കുന്നത് വിശ്വാസത്താൽ അത്രേ. और यीशु मसीह में जो शांति और छुटकारा और आश्वासन और सारी आशीषें जो हैं वो यीशु मसीह में विश्वास करने से हम ये बात को प्राप्त कर पाते हैं। വിശ്വാസത്താൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയത് ആ യാഗപീഠത്തിന്മേൽ നാം പിടിക്കുക. और विश्वास के द्वारा यीशु मसीह ने हमारे लिए तैयार किया हुआ वो बलिदान की उस सींगों को हम पकड़ रहे हैं। അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സുരക്ഷിതത്വമുണ്ട്. और ऐसा करने वाला एक व्यक्ति के जीवन में हमेशा हमें याद रखना है कि उसके जीवन में वो सुरक्षित रहता है। വിശുദ്ധ വേദപുസ്തകത്തിൽ യൂദായെ കുറിച്ച് നാം വായിക്കുന്നു. और हम पवित्र शास्त्र में जो है यहूदा के विषय में हम ये बात को पढ़ते हैं। യേശു ക്രിസ്തുവിൻ്റെതായുള്ളതായ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിട്ട് അവൻ അത് അന്ത്യ അത്താഴവും കഴിച്ചിട്ട് യേശുവിന് ഒരു ചുംബനവും കൊടുത്തിട്ടാണ് അവൻ പോയത്. और यीशु मसीह के साथ के सारे संबंध को छोड़कर वो यीशु के साथ वो आखिरी भोजन को भी खाकर उसे चूम कर वो वहां से चले जाते हैं। അവൻ യേശുവിന്റെ ചുംബനം കൊടുത്തിട്ട് ഇറങ്ങിപ്പോയത് നരകത്തിലേക്ക് അത്രേ. और यीशु मसीह से उसने वो चुम्बन देकर जाने का स्थान जो था वो नरक की ओर ही वो चले गए। അതെ, ഇങ്ങനെ യൂദായെ പോലെ ക്രിസ്തുവിനെ സ്വർഗത്തെ ഒന്ന് ചുംബിച്ചിട്ട് പിന്നെ നിത്യനാശത്തിലേക്ക് പോകുന്നതായ അനേകം ക്രിസ്ത്യാനികളെ നമുക്ക് കാണുവാൻ കഴിയും. और ऐसे यहूदा के समान यीशु मसीह को चुम्बन देकर अपने आप को उस नाश के लिए विनाश के लिए वो नरक की ओर ले जाने वाले बहुत सारे मसीहों को हम अपने आमीन आसपास में देख सकते हैं। ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നതായ അനേകം വ്യക്തികൾ അത് സ്വർഗത്തിന്റെ ആ ആ പൂമുഖത്ത് നിൽക്കുന്നവരാണ് എങ്കിൽ തന്നെയും അവര് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. और आमीन वे अपने आप को इस प्रकार से सोचते हैं कि वे स्वर्ग की ओर जाने वाले उस रास्ते की ओर खड़े हुए हैं, परंतु वे सचमुच में वे गलत दिशा में हैं और एक गलत मार्ग में वे चले जा रहे हैं। നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ ശുഷ്കാന്തിയോടുകൂടി സംബന്ധിക്കുന്നതായ അനേകം ഭക്തന്മാരുണ്ട്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. फिर भी हमारी प्रार्थना सभा में बड़े जोश और उमंग के साथ संबंध करने वाले बहुत सारे हमारे बीच में भाई बहन हैं। उन लोगों को याद करते हुए मैं प्रभु का धन्यवाद करता हूँ। ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. और वे लोग अपने हृदय की गहराई से परमेश्वर को ढूंढने वाले ठहरते हैं। എന്നാൽ ചിലർ അങ്ങനെയല്ല. ഈ പ്ലാറ്റ്ഫോമിലുള്ളതായ ചില കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു പിന്നെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആളിനെ കാണത്തില്ല.
और लेकिन कोई कई ऐसे नहीं होते हैं, कई लोग ऐसे हैं कि यहाँ की सारी परिस्थितियों को समझकर कुछ अच्छी अच्छी बातों को बोलकर फिर बाद में वे लोग गायब हो जाते हैं। യൂദായെ പോലെ ഒരു ചുംബനം കൊടുത്തിട്ട് വേറെ വഴിയായിട്ട് പോകുന്നതായ വ്യക്തികൾ. और यहूदा इस्करियोती के समान आमीन यीशु मसीह को एक चुम्बन देकर दूसरे गलत मार्ग की ओर जाने वाले ऐसे लोग। ഇ- ഇങ്ങനെ പൈശാചികമായ സ്വാധീനത്തിൽ അകപ്പെട്ട് ഡിസപ്ഷനിൽ തെറ്റിദ്ധരിക്കപ്പെട്ട രീതിയിൽ വ്യാജാത്മാവിനാൽ നയിക്കപ്പെടുന്നതായ അനേകം വ്യക്തികളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. और ऐसे आमीन जो है शैतान की ओर से आमीन ऐसे छल और ऐसे कपट के अनुभव में जाकर अपने आप को भी भटकाने वाले, आमीन अपने आप को विनाश की ओर ले जाने वाले ऐसे अनेक लोगों को याद करते हुए हमें प्रार्थना करेंगे। ഒരാത്മാവിന്റെ വില എന്താണെന്നുള്ളത് അറിയാൻ വയ്യാതെ ജീവിക്കുന്നതായ വ്യക്തികൾ. और एक आत्मा का कीमत क्या है ये ना जानने वाले और ऐसे एक जीवन जीने वाले अनेक लोग होते हैं। ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ സാത്താൻ അത് തങ്ങളുടെ മുമ്പിൽ വെക്കുന്നതായ പല ഓഫറുകളും കണ്ടിട്ട് അത് ക്രിസ്തുവിനെ ത്യജിച്ചിട്ട് ധനസമ്പാദനത്തിന് വേണ്ടി വ്യാഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾ. और इस दुनिया में दुनिया के बहुत सारी आमीन जो है जो ऑफर्स है उसे देखकर यीशु मसीह को और यीशु मसीह की उस बातों को त्यागने वाले बहुत सारे लोगों को हम आसपास में देख पाते हैं। ദൈവിക കാര്യങ്ങളിൽ ഒരു ഉത്സാഹവും ഇല്ലാത്തതായ വ്യക്തികൾ. और यीशु मसीह या परमेश्वर के कार्यों में कोई भी उत्साह ना दिखाने वाले ऐसे प्रभु के लोग कहलाने वाले होते हैं। ബിൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞ അതിസമ്പന്നനായ വ്യക്തിയോട് ഒരാൾ ചോദിച്ചു, അങ്ങ് ദൈവത്തെ ആരാധിക്കുവാൻ പള്ളിയിൽ പോകാറുണ്ടോ എന്ന്. और बिल गेट्स नाम के एक एक व्यक्ति से जो बहुत धनी है उससे एक व्यक्ति ने इस प्रकार से सवाल किया, क्या आप चर्च जाते हैं, गिरजाघर जाते हैं? അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, ഇത് അത് എന്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നതാണ്, ഒരു പ്രയോജനവുമില്ല. और उन्होंने इस प्रकार से उत्तर दिया कि मैं नहीं जाता हूँ, वो समय बर्बादी का एक समय रहता है, मैं समय बर्बाद नहीं करना चाहता हूँ। നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്തിട്ടില്ല എങ്കിൽ, ആ സങ്കേത നഗരത്തിന്റെ ഉള്ളിൽ ഇതുവരെയും നമുക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ സമയം നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. यदि हमने अपने जीवन को वो परमेश्वर के हाथों में हमने नहीं सौंपे हैं, वो शरण स्थान में हम अभी तक प्रवेश नहीं किए हैं, तो आज हम प्रभु के हाथों में अपने जीवन को समर्पित करेंगे। ക്രിസ്തുവിനെ ചുംബിച്ചിട്ട് സ്ഥലം വിട്ടതായ യൂദായെ പോലുള്ളതായ ആ ഒരു ശൈലി നമുക്ക് ഉപേക്ഷിക്കാം. और यीशु मसीह को चुम्बन देकर यीशु मसीह को छोड़कर जाने वाले यहूदा इस्करियोती का वो स्वभाव हम अपने जीवन में हमेशा के लिए त्याग दें। അവൻ ജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതായ വഴി പിഴച്ചുപോയ ഒരു മനുഷ്യനത്രേ. और यहूदा के ना बारे में हम जानते हैं कि जीवन के मार्ग को टुकरा कर सामेन धन संपत्ति के लिए अपने मार्गों को अपना कर अपने मार्गों में भटक गया हुआ एक व्यक्ति है वो। കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതിനും അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. और यीशु मसीह हमसे ये चाहता है कि ऐसे भटके हुए लोगों को मार्ग दिखाए, सही दिशा को उनको बता कर दे और उन्हें प्रभु में और परमेश्वर के कार्यों में उनको और करीब ले आए। യോവാബ് ആബ്നറെ വധിച്ചത് സ്നേഹിതനെ പോലെ അഭിനയിച്ചിട്ടായിരുന്നു. और योआब ने जब अब्नेर को जब उनका घात किया तो वे एक मित्र के समान उसके साथ पेश आकर ऐसा एक कार्यों को उसने किया था। അവന്റെ വ്യാജ സ്നേഹ പ്രകടനങ്ങൾക്ക് പിന്നിൽ ഒരു ഒരു കുന്തമുണ്ടായിരുന്നു. और उसके उस झूठी प्यार के पीछे उसने एक जो है भाले को उसने छुपा कर रखा था। ലോകവും പിശാചും പലവിധമായ കാര്യങ്ങളാൽ ജനത്തെ ആകർഷിച്ച് വശീകരിച്ച് അത് നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു.
और दुनिया और शैतान जो है बहुत सारे लोगों को अपने जाल में फंसाकर उनको आमीन भ्रम में डालकर उनको नरक की ओर ले जाने वाली स्थिति में आया हुआ है। ലോകത്ത് നാം കാണുന്നതായ യുവാക്കൾ ആകർഷിക്കപ്പെടുന്നതായ മിക്ക കാര്യങ്ങളും ഇതുപോലെ പിശാചിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. അതിന്റെ അനന്തരഫലമാണെങ്കിൽ അവസാനമാണെങ്കിൽ നരക കവാടമത്രേ. और दुनिया में देखे जाने वाले अनेक जवानों के जीवन में उनको आकर्षित करने वाला एक कार्य को हमें ये समझना है कि वो शैतान का एक विज्ञापन है और उसी में वे आकर्षित होकर अपने आप को अपने जीवन को वे नरक की ओर ले जाने वाले अनुभव में हम देख पाते हैं। നമ്മുടെ ബന്ധുക്കളായി, നമ്മുടെ സ്നേഹിതരായി, നമ്മുടെ ചുറ്റുപാടുകളിൽ നശിച്ചു പോകുന്നതായ ആത്മാക്കൾക്ക് വേണ്ടിയും കണ്ണുനീരൊഴുക്കി ഇരമ്യാവിനെ പോലെ നാം കരയേണ്ടിയിരിക്കുന്നു. हमारे सगे संबंधी, हमारे रिश्तेदारों के लिए, हमारे करीब रहने वाले, अगल बगल में रहने वाले लोगों के लिए इन दिनों में आंसू बहाकर प्रार्थना करने का समय निकट आया हुआ है। പിശാചുമായിട്ട് തങ്ങളുടെ ആത്മാവിനെ അത് ബന്ധിച്ചിരിക്കുന്നതായ ആ വ്യക്തികൾക്ക് വേണ്ടിയും കണ്ണുനീരോടുകൂടി നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് പ്രാർത്ഥിച്ചത്? और शैतान के कार्यों के द्वारा आमीन बंधन में पड़े हुए लोगों के लिए आमीन एक सच्चे मन से पिछले कब कौन से समय में हमने प्रार्थना किया था। കർത്താവായ യേശു ക്രിസ്തുവാകുന്ന സങ്കേത നഗരത്തിലാണോ നിങ്ങൾ എങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. क्या आप यीशु मसीह के उस शरण स्थान में है तो आमीन हम मिलकर हम परमेश्वर की स्तुति और महिमा करेंगे। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. इन वचनों के द्वारा प्रभु हम सभी को अनुग्रह और आशीष देने पाए। आमीन।